നമസ്കാരം, ഞാൻ അഭിജിത്ത് പോലെവളപ്പിൽ. നമ്മളിത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ കുരുമുളക് തോട്ടത്തിനുള്ള സ്ഥലം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള JCB ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പ്രേക്ഷകരൊന്ന് കാണിക്കാം. നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥലം ഏകദേശം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വന്നിട്ട് ഇപ്പോൾ JCB ഇന്നലെ ഒരു ദിവസം ഫുൾ ഡേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 ഡേ വർക്ക് ചെയ്തതിൻ്റെ പ്രോഗ്രസ് ആണിത്. ഒരുപാട് വേസ്റ്റുകൾ വന്നു. നമുക്കിവിടെ കുറേ നാളായിട്ട് ഇവിടെ കൃഷിയും കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് കിടന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ തെങ്ങ്, വാഴ അങ്ങനത്തെ സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കംപ്ലീറ്റ് കളഞ്ഞിട്ട് ചോലയൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തെങ്ങൊക്കെ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ ഭയങ്കര വലിയ കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ മണ്ണ് എക്സ്ട്രാ ഇടേണ്ട കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പകുതി സ്ഥലത്തിൻ്റെയും കൂടെ വർക്കിന് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിത് ഒരു ഹാഫ് ഡേയിലൊക്കെ ഫിനിഷ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നിരുന്നത്. പക്ഷേ പണി തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു രീതിയിലൊന്നല്ല പണി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല ഹാർഡ് വർക്ക് തന്നെ വേണ്ടി വന്നു. കുരുമുളകിൽ നിന്ന് അതൊക്കെ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ ജീവിതത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ കൃഷിയിലേക്ക് ഇറങ്ങാണ്. എന്താക്കും അറിയില്ല. ഇത്രയും സ്ഥലം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 200 കുരുമുളക് ചെടികൾ പ്ലാന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഫുള്ളും PVC-യിലാണ് ചെയ്യണത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു 3 കൊല്ലം മുന്നേ പ്ലാന്റ് ചെയ്ത് ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞിരുന്നു. പഠിക്കാന്ന് പറഞ്ഞാൽ വലിയ കോഴ്സൊക്കെ പഠിക്കാന്നുള്ള രീതിയിലുള്ള അതിന്റെ ഏകദേശം ഒരു ഐഡിയകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ കണ്ട നമുക്ക് ഇത്രയധികം വേസ്റ്റ് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വേസ്റ്റ് ഒക്കെ നമുക്ക് മൂടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കുറെ നാളായിട്ട് ഒന്നും ചെയ്യാണ്ട് കിടക്കുന്ന പറമ്പുകളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലംസ് ആണിത്. വേസ്റ്റ് ഒരുപാട് കുന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന് JCB-യുടെ വർക്ക് കംപ്ലീറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതില് കറക്റ്റായിട്ട് സ്ഥലം സ്ക്വയർ പ്ലോട്ടുകളാക്കി നമ്മൾ എന്താ പറയുക, അളവൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ട് അതിൽ പോയിന്റ് ചെയ്തതിനു ശേഷം നമ്മൾ PVC കുഴിച്ചിടാനുള്ള കുഴികൾ എടുക്കും. അതാണ് നമ്മുടെ അടുത്ത വീഡിയോ. അപ്പോൾ ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഏത് രീതിയിലാണ് ഈ PVC കുരുമുളക് കൃഷി ചെയ്യാൻ പോകുന്നുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ 1 by 1 എപ്പിസോഡുകളായിട്ട് നമ്മുടെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൽ വേണ്ട സപ്പോർട്ടുകൾ, എന്തെങ്കിലും തെറ്റുകൾ കുറ്റങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് തിരുത്താനുള്ളൊരു മാനസികാവസ്ഥയും കൂടെ പ്രേക്ഷകർക്ക് ഉണ്ടാവണം. കാരണം നമ്മളിത് വലിയ എക്സ്പെർട്ടായിട്ട് ചെയ്യണമെന്നല്ല, ജീവിക്കണ്ടേ എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ മാക്സിമം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇതിന് വേണ്ട ഉപദേശങ്ങളും അറിവുകളൊക്കെ നമുക്ക് പകരാവുന്നതാണ്. അപ്പോൾ അതിനുള്ള അവസരമുണ്ട്. കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. എല്ലാവരുടെയും അനുഗ്രഹം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഇനി ഇതിൻ്റെ പ്ലാന്റിങ് കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കാം.